നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലഡാക്കിൽ ചൈനയുടെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രധാന മുന്നേറ്റത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും DRDOയും സ്വകാര്യ മേഖലാ സ്ഥാപനമായ ലാർസൻ ആൻഡ് ടോബ്രോയും ജൂലൈ 6 തദ്ദേശീയ ലൈറ്റ് ടാങ്ക് അനാച്ഛാദനം ചെയ്തു. അനുമതി ലഭിച്ച തീയതി മുതൽ 24 മാസത്തിനുള്ളിൽ നേടിയ ഈ നാഴികക്കല്ല് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലെ സുപ്രധാന വികസനം അടയാളപ്പെടുത്തുന്നു. ഗുജറാത്തിലെ ഹസിറയിലുള്ള L&Tയുടെ ഹെവി എഞ്ചിനീയറിംഗ് പ്ലാന്റിൽ സോർവാർ ടാങ്ക് അതിന്റെ പ്രാരംഭ ആന്തരിക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുണ്ട്. L&Tയുടെ ഹെവി എഞ്ചിനീയറിംഗ് പ്ലാന്റിൽ അനാച്ഛാദനം ചെയ്യുന്നതിനിടെ സോർവാർ ലൈറ്റ് ടാങ്ക് 20 ഡിഗ്രി ചരിവിൽ അനായാസം നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവ് പ്രദർശിപ്പിച്ചു. 30 ഡിഗ്രിയിൽ കൂടുതലുള്ള ചരിവുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ടാങ്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യവുമായി ഏകോപിപ്പിച്ച് കർശനമായ മരുഭൂമിയിലുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടുന്നു. തുടർന്ന് ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിലെ പരീക്ഷണങ്ങൾ, വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും അതിശൈത്യ സാഹചര്യങ്ങളിലും അതിന്റെ പ്രകടനം വിലയിരുത്തപ്പെടും. ലഡാക്കിലും ടിബറ്റിലും ഇന്ത്യൻ സൈന്യത്തെ നയിച്ചിരുന്ന ജനറലായിരുന്ന സരോവർ സിംഗിന്റെ ബഹുമാനാർത്ഥമാണ് ലൈറ്റ് ടാങ്കിന് സരോവർ എന്ന പേര് നൽകിയിരിക്കുന്നത്. പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ 2027 തന്നെ ടാങ്കുകൾ ഇന്ത്യൻ സേനയിൽ ഉൾപ്പെടുത്താം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഉൾക്കാഴ്ചകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സോർവാർ ടാങ്കിൽ ആളില്ലാ ഉപരിതല വാഹനങ്ങൾ SUVയും ഉൾപ്പെടുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ടാങ്കിന് 25 ടൺ ഭാരമേ ഉള്ളൂ. ഉയർന്ന പ്രദേശങ്ങളിൽ ഞൊടിയിടയിൽ കയറാനാണ് ഭാരം കുറച്ചിരിക്കുന്നത്. കുത്തനെയുള്ള കയറ്റങ്ങളിൽ പെട്ടെന്ന് സഞ്ചരിക്കാനും നദികളും മറ്റും മുറിച്ചു കടക്കാനും ഇതിന് സാധിക്കും. ഈ മെച്ചപ്പെടുത്തിയ മൊബിലിറ്റി ലഡാക്കിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാങ്കിൽ 105 mm റൈഫിൾ തോക്കുകളും മൾട്ടി റേഞ്ചിംഗ് സെൻസറും സജ്ജീകരിച്ചിട്ടുണ്ട്. BEL റിമോട്ട് വെപ്പൺ സ്റ്റേഷനും സഫ്രാൻ പാസിയോ ഒപ്റ്റിക്സും കൂടാതെ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. പുതിയ ലൈറ്റ് വെയ്റ്റ് റൈഫിൾ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനുള്ള ആഡ് ഓൺ മോഡുലാർ ആർമർ ബ്ലോക്കുകൾ എന്നിവയും ടാങ്കിന്റെ സവിശേഷതയാണ്. ഇതിൽ CRTയും അധിക ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ എഞ്ചിനാണ് സോർവാറിന്റെ കരുത്ത് പകരുന്നത്. തുടക്കത്തിൽ MTU ജർമ്മനിയിൽ നിന്നുള്ള ഒരു ജർമ്മൻ എഞ്ചിൻ ഉപയോഗിക്കാൻ സജ്ജീകരിച്ചിരുന്നു. എന്നാൽ ജർമ്മൻ സർക്കാർ അതിന്റെ കയറ്റുമതി ലൈസൻസ് പിൻവലിച്ചപ്പോൾ ഒരു കാലതാമസം സംഭവിച്ചു. ഇത് പ്രോജക്റ്റിൽ ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കാൻ കാരണമായി. തൽഫലമായി പ്രോട്ടോടൈപ്പ് ഘട്ടത്തിനായി DRDO അമേരിക്കൻ കമിൻസ് എഞ്ചിൻ തെരഞ്ഞെടുത്തു. പിന്നീട് ജർമ്മൻ അനുമതികൾ ഉണ്ടായിരുന്നിട്ടും DRDO US നിർമ്മിത കമിൻസ് 750 HP എഞ്ചിൻ തന്നെ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.